തിരുവനന്തപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തുവന്നു. രജിസ്ട്രാർ ജനറലിന്റെ അനുമതിയില്ലാതെ 1.25 കോടി രൂപ മറ്റൊരു ബാങ്കിലേക്ക് മാറ്റി. CPM ഭരിക്കുന്ന കല്ലിയൂർ സഹകരണ ബാങ്കിലേക്കാണ് തുക മാറ്റിയത്. സംഘത്തിൽ നിന്ന് വാഹന വായ്പകൾ നൽകിയതിൽ രേഖകൾ സൂക്ഷിച്ചിട്ടില്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. റിനു, വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേക്ഷകരുമായി അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചതാണ് തിരുവനന്തപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ ക്രമക്കേടുകൾ. അതിലെ കൂടുതൽ വിവരങ്ങളാണ്, അതായത് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഒരു അനുമതിയുമില്ലാതെ മറ്റു ഒരു ബാങ്കിലേക്ക് 1.5 കോടി രൂപ ഈ ബാങ്കിൽ നിന്ന്, അതായത് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിക്ഷേപിച്ചു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ രജിസ്ട്രാറുടെ അനുമതി വേണം. ആ അനുമതി ഒന്നും വാങ്ങിയിട്ടില്ല. ഒപ്പം പല ബാങ്കുകളിലും അക്കൗണ്ട് എടുത്തു ഈ ബാങ്കിൽ നിന്നുള്ളതാണ്, ഈ സഹകരണ സംഘത്തിൽ നിന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു കണ്ടെത്തൽ. CPM ആണ് ഇവിടുത്തെ ഭരണസമിതി. CPM ഭരിക്കുന്ന കല്ലിയൂർ സഹകരണ ബാങ്കിലേക്കാണ് 1.25 കോടി രൂപ 1.5 കോടി രൂപ നിക്ഷേപിച്ചത്. ഇപ്പോൾ അതായത് അവിടെ ഉണ്ടായിരുന്ന സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നതെന്നും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഘത്തിൽ നിന്ന് വാഹന വായ്പകൾ നിരവധി നൽകുന്നുണ്ട്, പക്ഷേ അതിന്റെ രേഖകളൊന്നും തന്നെ ഈ സംഘത്തിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം MDS ചിട്ടികൾക്ക് ജാമ്യം നൽകി സ്വർണ്ണം സംബന്ധിച്ച വിവരം സ്റ്റോക്ക് രജിസ്റ്ററിലോ അല്ലെങ്കിൽ ഒരു ഫയലുകളോ ഈ ബാങ്കിൽ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള വിവരവും ഈ റിപ്പോർട്ടിലുണ്ട്, പരിശോധനാ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റാഫ് ഹൗസിംഗ് ലോണിൽ 10 ലക്ഷം വരെയാണ് പരിധി ഒരാൾക്ക്, പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് 15 ലക്ഷത്തിൽ കൂടുതൽ രൂപ സ്റ്റാഫുകൾക്ക് ലോണായി നൽകിയിരിക്കുന്നു എന്നുള്ളതും ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ ഒരു പരിശോധനയാണ്. വ്യാപക ക്രമക്കേടാണ് ഈ ബാങ്കിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്. നമ്മൾ ഈ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടു, പക്ഷേ അവർ പറയുന്നത് ഇങ്ങനൊരു പരിശോധനാ റിപ്പോർട്ട് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവർ പറയുന്നത് കൃത്യമല്ല. അന്വേഷണ റിപ്പോർട്ട് കൃത്യമായി തന്നെ ഈ ബാങ്കിൽ നൽകിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ ഇതിൽ നടപടി കൈക്കൊള്ളണമെന്നും പരിശോധന നടത്തണമെന്നും കൂടുതൽ പരിശോധന നടത്തണമെന്നുമുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് പൂഴ്ത്തിയെന്നും ഒരു തരത്തിലും ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നതെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.